നമസ്കാരം. അടുക്കളയിൽ നിന്ന് നാം വേണ്ടാതെ വലിച്ചെറിയുന്ന ഒരു പാഴ്വസ്തുവാണ് ഇന്നത്തെ താരം നമ്മുടെ ഈ വീഡിയോയുടെ. നേരത്തെ ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോ ഇതുമായിട്ട് ബന്ധപ്പെട്ട്. എങ്കിൽ കൂടിയും ഇതിന്റെ ഒരു പ്രസക്തി വളരെ കൂടുതലായ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ ഗൗരവമായിട്ട് കാണേണ്ട ഒരു വസ്തുവാണ്. എന്താണെന്ന് അറിയണ്ടേ? നമ്മളെ ഏത്തക്കയുടെ തൊലി, ഏത്തക്ക മാത്രമല്ല പഴത്തിന്റെ തൊലിയും. ഈ തൊലിക്കകത്താണ് ശരിക്കും പറഞ്ഞാൽ ഏത്തപ്പഴത്തിനകത്ത് അടങ്ങിയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ പോഷക ഗുണം എന്ന് പറയുമ്പോൾ നമുക്ക് ഒട്ടും അതിശയോക്തിയല്ല. നമ്മൾ വിചാരിക്കും ഏത്തപ്പഴമാണ് നല്ലതെന്ന്. ഏത്തപ്പഴത്തിനേക്കാൾ വളരെ കൂടുതൽ പോഷകാംശം ഏത്തക്കയുടെ തൊലിയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിനെ പല രീതിയിൽ നമുക്കതിനെ പ്രയോജനപ്പെടുത്താം. ഒന്ന്, വെറുതെ തന്നെ അത് തിളപ്പിച്ച് വെള്ളത്തിൽ ചുമ്മാതെ ഒരു ഏത്തക്കയുടെ തൊലി അരിഞ്ഞ്, ഏത്തപ്പഴമാണ് അതാണ് കൂടുതൽ, പച്ചയും നല്ലത് തന്നെയാണ്, അത് ഇട്ടൊന്ന് തിളപ്പിച്ചിട്ട് ഇതിന്റെ ബനാന പീൽ ടീ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചായ പോലെ കുടിക്കാവുന്നതാണ്. വളരെയധികം പോഷകങ്ങളുണ്ട്. അത് ശരിക്കും രാത്രി കുടിച്ചു കഴിഞ്ഞാൽ നല്ല ഉറക്കം, അതായത് ഈ ഏത്തക്കയുടെ തൊലിയിൽ സെറട്ടോണിൻ, മെലട്ടോണിൻ ഇവയൊക്കെ ഒരു ചെറിയ അളവിൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവാൻ പറ്റുന്ന ചില പ്രക്രിയകൾ പറ്റുന്നതിന് പറ്റിയ ചില കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് കുടിച്ചു കഴിഞ്ഞാൽ അതുപോലെ ഡിപ്രഷൻ കുറയും, ഉറക്കം വരും, സമാധാനം മനസ്സിന് കിട്ടും എന്നൊക്കെയാണ് ഇതിന്റെ പഠനങ്ങൾ തെളിയിക്കുന്നതാണ് കേട്ടോ. എനിക്ക് അത്രയ്ക്ക് ഞാനത് വായിച്ചിട്ട് പറയുന്നതാണ്. അതുപോലെ തന്നെയാണ് ഇതുപോലെ തന്നെ നല്ലോണം തിളപ്പിച്ച് അതൊരു ഫെർട്ടിലൈസർ ആയിട്ട് ഉപയോഗിക്കാം. നമ്മുടെ ചെടികൾക്കൊക്കെ പോഷകം, വളരെ കൂടുതൽ പോഷകമുണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് തന്നെ അത് വളരെ നല്ലതാണ്. ശരിക്കും ഒരു വളമായിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. തിളപ്പിച്ചിട്ട് ആ വെള്ളം എടുക്കണം, അതിന്റെ മറ്റേത് മാറ്റി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മിക്സിയിൽ നന്നായിട്ട് അടിച്ചിട്ട് അങ്ങനെ ഉപയോഗിക്കാം. പിന്നെ ഏറ്റവും പ്രധാനമാണ് നമ്മളുടെ സ്കിന്നിനുള്ള ബ്രൈറ്റനിങ്, അതുപോലെ തന്നെ മോയ്സ്ചറൈസിങ് കപ്പാസിറ്റി, അതുപോലെ സ്കിൻ ടോണിങ്ങിനൊക്കെ വളരെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള. അപ്പം ഞാൻ അതുകൊണ്ട് ഇന്ന് ഈ ഏത്തക്ക തൊലി വെച്ചിട്ടുള്ള ഒരു നല്ല ഒരു ഫേസ് പാക്ക് ആണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പൊ നമുക്കത് എങ്ങനെയാ തയ്യാറാക്കുന്നത് നോക്കാം. അതിന്റെ മറ്റ് ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ട് ഏത്തക്കയുടെ തൊലി അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഒരു ഏത്തക്കയുടെ പകുതി ഏത്തക്കയുടെ തൊലിയാണിത്. അതോടൊപ്പം പച്ചരി, ഇത് രണ്ടും കൂടെ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് തിളപ്പിക്കുക. നന്നായിട്ട് തിളപ്പിച്ച് ഒരു 10-15 മിനിറ്റ് തിളപ്പിക്കുമ്പോൾ ഇതൊരു ഹാഫ് കുക്ക്ഡ് ആവും. ഈ അരിയില്ലേ, അരി പകുതി വേവിച്ചപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്ത മിശ്രിതമാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതിനോടൊപ്പം നമ്മളൊരു 4 ചേരുവകൾ കൂടെ എടുത്തിട്ടുണ്ട്. പ്രധാനമായിട്ട് കോൺഫ്ലവർ ഉണ്ട്, 1 ടീസ്പൂൺ കോൺഫ്ലവർ, അതുപോലെ പാല്, തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ, പിന്നെ 1 ടേബിൾ സ്പൂൺ മുട്ടയുടെ വെള്ള, അതുപോലെ 1 ടേബിൾ സ്പൂൺ തേൻ. ഇത്രയുമാണ് ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് നമ്മുടെ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കുന്നത്. അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം കോൺഫ്ലവർ ചേർക്കാം. പാലൊഴിച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കാം. മെയിൻ ചേരുവ ഒരു ടേബിൾ സ്പൂണിലധികം ചേർക്കാം. തേൻ, 2 ടീസ്പൂൺ തേൻ ചേർത്ത് മുട്ടയുടെ വെള്ളം,
ഉണ്ടാക്കി നമ്മൾ ആഴ്ചയിൽ 1-2 ദിവസമെങ്കിലും മുഖത്ത് നന്നായിട്ട് പുരട്ടുക. പെട്ടെന്ന് തന്നെ ഇത് ഉണങ്ങിപ്പിടിക്കും. മുട്ട ഉള്ളതുകൊണ്ട് ഉണങ്ങിപ്പിടിക്കും. ഉണങ്ങിപ്പിടിച്ച് കഴിഞ്ഞ് വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ പുരട്ടണം. അത് വെർജിൻ കോക്കനട്ട് ഓയിലോ കുങ്കുമാതി തൈലമോ പുരട്ടുക. അത് പിന്നെ എല്ലാവർക്കും അത് തന്നെ ശരിയാവണമെന്നില്ല. നിങ്ങൾ നോക്കുക നിങ്ങളുടെ മുഖത്തിന് ഏതാണ് ശരിയാവുന്നത്. അല്ലെങ്കിൽ ഓർഗാനിക് ആയിട്ടുള്ള ഏതെങ്കിലും മോയ്സ്ചറൈസർ കിട്ടിക്കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ യൂസേജ്. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട ഗുണം എന്ന് വെച്ചാൽ ഈ ബനാന പീൽ, അതായത് ഏത്തക്കയുടെ തൊലിയിൽ സിലിക്ക എന്ന് പറഞ്ഞൊരു ഘടകം അടങ്ങിയിട്ടുണ്ട്. ഒരു ട്രേസ് എലിമെന്റ് ആണ് ഇത്. കൊളാജൻ പ്രൊഡക്ഷൻ ഏറെ സഹായിക്കുന്നതാണ്. അതായത് നമ്മളെ സ്കിന്നിന് നല്ല ഗ്ലോയിങ് നേച്ചറും നല്ല എന്താ പറയുക, കാണുമ്പോൾ ഒരു തുടുപ്പും ഒക്കെ തോന്നാൻ സഹായിക്കുന്നതാണ് കൊളാജൻ. പ്രായമാകുമ്പോൾ കൊളാജൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് തന്നെ ചുളിവുകൾ വരുന്നത്. ചുളിവുകളും എന്താ പറയാ സാഗിങ്ങും ഒക്കെ വരുന്നത്. അപ്പൊ ഇപ്പൊ പലരും കണ്ടോണ്ടിരിക്കുക, മാഡത്തിന് എന്താണ് ഇതൊക്കെ ചെയ്തുകൂടെ എന്നൊരു ചോദ്യം ഇങ്ങോട്ട് വരും. ഞാൻ ഇതൊക്കെ ചെയ്യുന്നോണ്ടാ 10-72 വയസ്സായിട്ടും ഞാൻ ഇങ്ങനെയൊക്കെ ഏകദേശം ഒരു വലിയ കുഴപ്പമൊന്നുമില്ല, പരിക്ക് പറ്റാതെ പോകുന്നത് എന്ന് ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. പിന്നെ അതുപോലെ ഈ ബനാന പീലില് വളരെയധികം പോഷകങ്ങളുണ്ട്. പോളിഫിനോൾസ് ഉണ്ട്, ഫ്ലേവനോയിഡ്സ് ഉണ്ട്, അതുപോലെ ആന്റി ഓക്സിഡൻസ് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്. ഇന്ന് വേണ്ട വളരെയധികം നമ്മുടെ ശരീരത്തിന് വേണ്ട ന്യൂട്രിയൻസിന്റെ കലവറയാണ് ഈ ബനാന പീൽ. ഞാൻ എന്നും നിങ്ങളെ പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല. അതുപോലെ ആൽബുമിൻ എന്ന് പറയുന്ന സംഭവമാണ് നമ്മൾ മുട്ടയുടെ വെള്ള. അത് കൊളാജൻ പ്രൊഡക്ഷൻ ഏറെ സഹായിക്കുന്നതാണ്. പിന്നെ ഇതിനകത്ത് ചേർത്ത തേൻ ഹൈലി മോയ്സ്ചറൈസിങ് ആണ്, ബ്രൈറ്റനിങ് ആണ്. അതുപോലെ ഈ തുടുപ്പ് വരാനായിട്ട് ഏറെ സഹായിക്കുന്ന ഘടകങ്ങളാണ് ഇതെല്ലാം. ഒരു കോൺ സ്റ്റാർച്ച് വൈറ്റനിങ് പ്രോപ്പർട്ടി ഉള്ളത്. അരിയാണെങ്കിലും അതുപോലെ തന്നെ വളരെയധികം നിയാസിനമൈഡും അങ്ങനെ വളരെ റെയറായിട്ട് ഇപ്പം ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിൽ കിടക്കുന്ന പല മോയ്സ്ചറൈസറും അതുപോലെ തന്നെ വൈറ്റമിൻ സി സീറം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വളരെയധികം വാങ്ങിച്ച് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിനകത്തൊക്കെ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇതിനകത്തുണ്ട് എന്ന് ഓർമ്മ വേണം. അപ്പൊ ഇത് കഴിയുന്നത് നിങ്ങൾ സ്ഥിരമായിട്ട് ഇത് ഉപയോഗിക്കാൻ നോക്കുക. പിന്നെ വീണ്ടും ഞാൻ ഒരു കാര്യം എടുത്തു പറയട്ടെ. ഇത് ഉപയോഗിക്കുമ്പോൾ ചിലർക്ക് പറ്റത്തില്ല, എല്ലാവർക്കും ഒരേപോലെയല്ല. കസ്റ്റമൈസ്ഡ് ട്രീറ്റ്മെന്റ് എന്ന് പറയും. ഞാൻ ഈ പറയുന്ന ഇതുപോലെയുള്ള വളരെയധികം റെസിപ്പികൾ ഇടുന്നുണ്ടല്ലോ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ. എന്തിനാ എന്നും മാഡം ഇങ്ങനെ എന്നും ഇടുന്നതെന്ന് ചോദിക്കും. ഇങ്ങോട്ടൊരു തിരിച്ചൊരു ചോദ്യം വരുമെന്നും എനിക്കറിയാം. അതെന്താണെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോന്നാണ് ഇഷ്ടപ്പെടുന്നതല്ല ചേരുന്നത്. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇത് ശരിയായില്ലെങ്കിൽ മാഡം ഇതൊന്നും ഞങ്ങൾക്ക് ശരിയാവുന്നില്ലല്ലോ എന്ന് ചോദിക്കാതിരിക്കാനാണ് വീണ്ടും ഇടുന്നത്. അതിന് വേറെ ഇഷ്ടംപോലെ കിടപ്പുണ്ട് റെസിപ്പികൾ ഇതുപോലെ തന്നെ. കറുത്ത മുഖം വെളുപ്പിക്കുന്ന ഡോക്ടർ, അതുപോലെ തന്നെ മുടിയുടെ കാര്യത്തിൽ മുടി വളർച്ച 1 മാസത്തിൽ, അങ്ങനെ മുടിക്കും മുഖത്തിനും വേണ്ടിയിട്ട് ഒരു വീഡിയോയിൽ തന്നെ 2 റെസിപ്പികൾ ഞാൻ പലതിലും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് വെറൈറ്റി ഈസ് ദ സ്പൈസ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന പോലെ ഇഷ്ടംപോലെ ഏതെങ്കിലും ഒക്കെ ഓപ്റ്റ് ചെയ്യാം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ശരിയാവുന്നത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം. പിന്നെ മാറ്റാൻ പോകരുത്. ചിലർക്ക് പപ്പായ ആയിരിക്കും ശരിയാവുന്നത്, ചിലർക്കാണെങ്കിൽ ഓറഞ്ച് ആയിരിക്കും ശരിയാവുന്നത്, ചിലർക്ക് ക്യാരറ്റിന്റെ കഴിഞ്ഞ നമ്മളൊരു വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റെസിപ്പി ഈ ഇടയ്ക്ക് ഇട്ടിരുന്നു. അപ്പൊ അത് ഒക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം ഡോക്ടർ ലളിത അപ്പുക്കുട്ടൻ ഫേസ് പാക്ക് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഇതെല്ലാം കയറി വരും. ഓക്കെ, പിന്നെ മുഖത്ത് മാത്രം പുരട്ടിയാൽ പോരാ, ഇതിന്റെ എന്താ കാരണമെന്ന് മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ട് ഇപ്പം ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസിൽ മുഖം കറുത്തു വരും. പിന്നെ ഒരു കാര്യമില്ലാതെ വെയിലത്ത് നടക്കുന്നവർക്ക് സ്കിൻ ടാനിങ് ഉണ്ടാവും. പിന്നെ മറ്റു തൈറോയിഡിന്റെ ഇഷ്യൂ മാത്രമല്ല, ഓട്ടോ ഇമ്യൂൺ ഡിസോർഡർ, വയറിനകത്തുള്ള പ്രശ്നത്തിൽ മുഖം കറുത്തു വരും. അവർക്ക് ഒരു ഹാഷിമോട്ടോസും കാണില്ല. വയറിനകത്ത് മൈക്രോഫ്ലോറ ആയിരിക്കും അവിടെ പ്രശ്നമാവുന്നത്, IgE കൂടുതലായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളും മനസ്സിലാക്കി ഡയഗ്നോസ് ചെയ്തിട്ട് വേണം ഓരോ കാര്യത്തിലേക്ക് പോകാൻ. ഇത് പുരട്ടുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, ആദ്യം പുരട്ടി നോക്കുക. ശരിയായില്ലെങ്കിൽ തീർച്ചയായും ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷനും അതനുസരിച്ചുള്ള ട്രീറ്റ്മെന്റും ആവശ്യമായി വരും. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.